സൂര്യൻ അസ്തമിക്കുമ്പോൾ ഒരു ദുരന്ത വാർത്തയുമായിട്ടാണ് ആ ദിവസം അവസാനിക്കുന്നത്. ഇന്നതിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ നടക്കുന്നുണ്ട്. വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച 9 പേരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട്. മൃതദേഹം മലപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പൊതുദർശനം അമ്പലപ്പറമ്പ് ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. 3 പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങളുമായി ആതിര രാധാകൃഷ്ണൻ ചേരുന്നു. ആതിര, ഒരുപക്ഷെ കേരളത്തെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ടുള്ള ഒരു അപകടമാണ്. ഒരു സ്കൂളിലെ ഭൂരിഭാഗം അധ്യാപകരും വിധിക്ക് കീഴടങ്ങുന്ന ഒരു സാഹചര്യം. 3 പേർ ഗുരുതരാവസ്ഥയിലാണ്. അവരുടെ നില എങ്ങനെയാണ്? മറ്റ് ചടങ്ങുകൾ എങ്ങനെയാണ്? എന്താണ് പാങ്ങും? അതോടൊപ്പം തന്നെ അവിടുത്തെ സ്കൂളിലെ മറ്റധ്യാപകരും വിദ്യാർത്ഥികളും നാട്ടുകാരും ഒക്കെ ഈ ദുരന്ത വാർത്തയെ കാണുന്നതും സ്വീകരിക്കുന്നതും? രാജേഷ്, ഇന്നലെ ഏകദേശം വൈകുന്നേരം 5 മണിയോടുകൂടിയാണ് ഈ നാടിനെ നടുക്കിയ അപകടം സംഭവിക്കുന്നത്. അതിനുശേഷം ഏകദേശം 9 പേരാണ് മരണപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഈ പൊള്ളാച്ചി ആശുപത്രിയിൽ വെച്ച് ഇവരുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കി. ഏകദേശം രാവിലെ 6 മണിയോടുകൂടി ഇവരെ മലപ്പുറത്തേക്ക്, ഈ മൃതദേഹങ്ങൾ മലപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ മലപ്പുറത്തേക്ക് 9 ആംബുലൻസുകളായാണ് ഈ നാട്ടിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള ഒരു നടപടിയൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. ഇതിൽ 3 പേർ, ഈ ഡ്രൈവർ ഉൾപ്പെടെ 3 പേർ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും തുടരുകയാണ്. ഇവർ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത്. ഒരു പെൺകുട്ടി അപകടാവസ്ഥ ഇന്നലെ തന്നെ തരണം ചെയ്തിരുന്നു. ആ പെൺകുട്ടിയെ പെരിന്തൽമണ്ണ ആശുപത്രിയിലേക്ക് ഏതായാലും നിലവിൽ എത്തിക്കാനുള്ള നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ 9 പേരുടെയും മൃതദേഹങ്ങൾ നിലവിൽ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ഈ പൊതുദർശനത്തിന് ശേഷം ഇവരുടെ മൃതദേഹങ്ങൾ സംസ്കാര ചടങ്ങുകളിലേക്കൊക്കെ തന്നെ കടക്കുമെന്നുള്ളതാണ്. മന്ത്രി വി ശിവൻകുട്ടി ആദ്യഘട്ടത്തിൽ കോയമ്പത്തൂരിൽ എത്തുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും പിന്നീട് മലപ്പുറം ആശുപത്രിയിലേക്ക് അദ്ദേഹവും പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ നാടിനെ നടുക്കിയ ഒരു അപകടം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം 9 ജീവനുകളാണ് ഈ അപകടത്തിൽ പൊലിഞ്ഞത്. 8 പേർ ഈ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെടുകയും അതിനുശേഷം ഒരാൾ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടയിലാണ് മരണപ്പെടുന്നത്. ഈ 21 വയസ്സായിട്ടുള്ള വ്യക്തിയാണ് ഈ വാഹനം ഓടിച്ചിരുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പരിചയക്കുറവോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്തുള്ള പരിചയക്കുറവ് തന്നെ ആയിരിക്കണം ഈ അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഈ ദൃക്സാക്ഷികളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത്. മലപ്പുറത്ത് ഏതായാലും ഒരു സ്കൂളിലെ അധ്യാപകർ, അവർ സുഹൃത്ത് സംഘങ്ങളാണ്, അവരാണ് ഈ സൗഹൃദത്തിന്റെ പുറത്തുള്ള ഒരു യാത്രയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവർ മറ്റ് എത്താത്ത അധ്യാപകർക്ക് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും നാടിനെ കണ്ണീരിലാക്കിക്കൊണ്ടുള്ള ഒരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത്. ആ സ്കൂളിൽ ഇവരുടെ ഈ സ്കൂളിലെ അധ്യാപകരും അതുപോലെ തന്നെ സ്കൂളിലെ മറ്റ് ജീവനക്കാരുമാണ് ഈ യാത്രയിൽ പങ്കെടുത്തിരുന്നത്. ഇതിൽ ഇവരുടെ മക്കളും അതുപോലെ തന്നെ ഭാര്യമാരും ഒക്കെ ഉൾപ്പെടെയുള്ളവരെ ചേർത്തുകൊണ്ട് കുടുംബത്തോടൊപ്പമുള്ളൊരു യാത്രയായിരുന്നു. ആ യാത്രയാണ് ഇത്തരത്തിലൊരു സന്തോഷത്തോടു കൂടി ആരംഭിച്ച യാത്രയാണ് തിരികെ ജീവനറ്റ ശരീരങ്ങളായി നാട്ടിലേക്ക് മടങ്ങുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നടുക്കുന്ന ഒരു ദുരന്തം തന്നെയാണ് നടന്നിരിക്കുന്നത്. ആതിര സൂചിപ്പിച്ചതുപോലെ വാഹനം ഓടിച്ചിരുന്നത് 21 വയസ്സുള്ള ഒരു പ്രായമുള്ള കുട്ടിയാണ് എന്ന തരത്തിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഡ്രൈവർ ആ കുട്ടിയായിരുന്നു, മറ്റൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു എന്നും കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് എന്നൊരു പ്രാഥമിക നിഗമനം? ദൃക്സാക്ഷികളും ഉണ്ടായിരുന്നു. ആ വളവിലേക്ക് വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. എങ്ങനെയായിരുന്നു യഥാർത്ഥത്തിൽ അപകടം? നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലും അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. എങ്കിൽ പോലും പോലീസോ അല്ലെങ്കിൽ അധികൃതരോ വ്യക്തമായ ഒരു ധാരണ അല്ലെങ്കിൽ ആ നിഗമനത്തിൽ എത്തിച്ചേർന്നുണ്ട് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്ന തരത്തിൽ? നിലവിൽ അപകടത്തെ പറ്റിയുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ ഹെയർപിൻ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വഴിയാണ്. ഒരു വാഹനത്തിന് മാത്രം കടന്നു ചെല്ലാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വഴിയാണ്. അത്രത്തോളം ചെറിയൊരു വഴി മാത്രമാണ് ഈ ഹെയർപിൻ എന്ന് പറയുന്നത്. ആ വളവിലേക്ക് തിരിയുന്ന സമയത്ത് നിയന്ത്രണം തെറ്റി ഒരു 2 ടയറുകൾ ഒരുപക്ഷെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിയന്ത്രണം നഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള വഴികളാണ്. മാത്രമല്ല ഈ കൈവരികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ഉയരങ്ങളിലേക്കൊന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു സ്വല്പം നിയന്ത്രണം തെറ്റിയാലും ഈ ഹെയർപിൻ വഴി മറിയാനുള്ള സാധ്യത മാത്രമാണുള്ളത്. അത്തരത്തിൽ ഈ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഈ വണ്ടി മറിഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. അത് കൂടാതെ ഇനി മറ്റെന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകളുണ്ടോ എന്ന പരിശോധനകളും അന്വേഷണങ്ങളും ഒക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നിലവിൽ ഏതായാലും ഈ ദൃക്സാക്ഷികളുടെയും ഒക്കെ ഒരു അനുഭവം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് നിലവിൽ ഏതായാലും ഇത്തരത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടതിന്റെ ഭാഗമായിട്ട്
ഈ വഴികളിൽ വണ്ടി ഓടിക്കുന്നവർ തീർച്ചയായിട്ടും ഈ സാഹസികത ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ വലിയ രീതിയിലൊരു പരിചയ സമ്പത്തുള്ളവർക്ക് മാത്രമേ ഈ വഴികളിലൂടെ വണ്ടി കൃത്യമായ രീതിയിൽ ഓടിക്കാൻ സാധിക്കുകയുള്ളൂ. എത്തരത്തിലാണ് ഈ ഹെയർ പിന്നിന്റെ വളവ് എന്നുള്ളതൊക്കെ തന്നെ മുൻകൂട്ടി നമുക്ക് അറിയേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൃത്യമായ രീതിയിൽ ഇതിലൂടെ വണ്ടി ഓടിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ അനുഭവ സമ്പത്തുള്ളവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ 21 വയസ്സുകാരനായിട്ടുള്ള പയ്യന്റെ അനുഭവ പരിചയക്കുറവ് കൊണ്ടാവാം ഇത്തരത്തിലൊരു പെട്ടെന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇത്തരത്തിൽ മറിയുവാനും അപകടം സംഭവിക്കാനുമുള്ള ഒരു കാരണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് പ്രാഥമികമായി പോലീസും അതുപോലെ തന്നെ ഈ ദൃക്സാക്ഷികളും ഒക്കെ തന്നെ പറയുന്നത്. യെസ്, അതിരെയാണ് വിശദാംശങ്ങൾ നൽകിയത്. മലപ്പുറത്തെ GLP സ്കൂളിലെ പ്രധാനാധ്യാപിക അടക്കമാണ് വാൽപ്പാറയിൽ ജീവൻ നഷ്ടമായത്. മലപ്പുറം പാറമ്മൽ GLP സ്കൂളിലെ പ്രധാനാധ്യാപിക അജിതയടക്കം 9 പേരാണ് അപകടത്തിൽ മരണപ്പെട്ടത്. രാവിലെ 6:15 പൊള്ളാച്ചിയിൽ നിന്നും മൃതദേഹങ്ങളുമായി ആംബുലൻസുകൾ മലപ്പുറത്തേക്ക് പുറപ്പെട്ടിരുന്നു. 9 ആംബുലൻസുകളും ഒന്നിച്ചാണ് പൊള്ളാച്ചിയിൽ നിന്നും പുറപ്പെട്ടത്. ഇന്ന് മലപ്പുറം പാങ് അമ്പലപ്പറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പൊതുദർശനത്തിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക.